അധ്യാപകർ വിചാരിച്ചാൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് പിരായിരി ഗവൺമെന്റ് LP സ്കൂളിൽ ചെന്നാൽ കാണാം. പിരായിരി ഗ്രാമത്തിനോ അവിടുത്തെ സർക്കാർ വക പ്രൈമറി സ്കൂളിനോ നമ്മുടെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ വലിയ സ്ഥാനമൊന്നുമില്ല. ഒരു സാധാരണ പാലക്കാടൻ ഗ്രാമത്തിലെ സാധാരണക്കാരായ മനുഷ്യരുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒരു വിനീത വിദ്യാലയം. നമ്മുടെ ഒരു സർക്കാർ വിദ്യാലയത്തിനു ചേർന്ന സകല ദരിദ്ര ചിഹ്നങ്ങളും അവിടെ കാണാം. പക്ഷേ കഴിഞ്ഞ 3 വർഷമായി കുഞ്ഞുങ്ങളുടെ പഠന രീതിയിൽ അവിടുത്തെ അധ്യാപകർ കൊണ്ടുവന്നത് വമ്പിച്ച മാറ്റങ്ങളാണ്. ഇവിടെ പഠന പ്രക്രിയയിൽ അധ്യാപകർ കുഞ്ഞുങ്ങൾക്ക് സഹായികളാണ്. കുഞ്ഞുങ്ങൾക്ക് വേണം പഠനത്തിലെ മുൻകൈ എന്ന് അധ്യാപകർ കരുതുന്നു. ക്ലാസ്സിലെ ഹാജർ വിളിയിൽ പോലും അത് കാണാൻ കഴിയും. വിദ്യാഭ്യാസത്തിലെ പ്രാഥമിക തലത്തിന്റെ പ്രാധാന്യം നല്ലപോലെ അറിയുന്നവരാണ് അധ്യാപകർ. ഇവിടെ കുട്ടികൾക്ക് എന്തിനും സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് എല്ലാവരുമായും ഇടപെടാം. അതുകൊണ്ട് തന്നെ പേടിയില്ല. കുട്ടികൾ അവർക്ക് വേണ്ട പഠന സഹായികൾ സ്വയം ഉണ്ടാക്കുന്നു. വിവരങ്ങൾ ശേഖരിച്ചു വയ്ക്കുന്നതിന് ഓരോ വിദ്യാർത്ഥിക്കും പ്രത്യേകം പെട്ടികളുണ്ട്. ശേഖരിക്കുന്ന വസ്തുക്കൾ അവരവരുടെ പെട്ടികളിൽ സൂക്ഷിച്ചു വെക്കുകയും പഠനത്തിന് ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഞാനിപ്പോ 23 വർഷമായിട്ട് 1ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്. ആദ്യമൊക്കെ 1ാം ക്ലാസ് എനിക്ക് വേണം വിചാരിച്ച് കിട്ടിയതല്ല. പക്ഷെ ഇപ്പം ഞാൻ മാറാറില്ല. പിന്നെ DPEPക്ക് മുന്നേ ഉള്ളത് കാലത്തും ഇപ്പോഴും ഞാൻ 1ാം ക്ലാസ് കൈകാര്യം ചെയ്യുന്ന ഇതാണ്. അന്ന് എനിക്ക് 4 മണി ആവാൻ 1ാം ക്ലാസ്സിൽ അധികം കൊടുക്കാൻ പ്രവർത്തനങ്ങളില്ല. പക്ഷെ ഇതിനു ശേഷം ധാരാളം പ്രവർത്തനങ്ങൾ കൊടുക്കാനും എനിക്ക് ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങളും എന്റെ പ്രവർത്തനങ്ങളും എനിക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ സമയം വർക്കിംഗ് ഡേ വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നതാണ്. അത്ര പ്രവർത്തനങ്ങളും പിന്നെ മെറ്റീരിയൽസ് ഒക്കെ എനിക്ക് ധാരാളം കുട്ടികൾക്ക് കൊടുക്കണം. കുട്ടികളുടെ പ്രോഡക്റ്റ് ആയാലും സമയം തികയില്ല ഇപ്പൊ എനിക്ക് കൊടുക്കാൻ എന്നുള്ളതാണ് എന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അത്ര വളരെ മെച്ചമാണ് ഇപ്പോഴും. കുട്ടികൾ സ്വന്തമായിട്ട് അവർക്ക് എഴുതേണ്ട എന്ത് പറയാനുള്ളവരും എഴുതി തരിക. അതുപോലെ തന്നെ കുട്ടികൾക്ക് അവരുടെ ശേഖരണ വാസന എല്ലാം വളരെ വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ക്ലാസ് മുറിയിൽ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം അവരുടെ ആശയവിനിമയ ശേഷിയെ വളരെയേറെ മികവുറ്റതാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ കത്തെഴുതും, പിന്നെ പെട്ടില സാധനങ്ങളൊക്കെ ഇടും, ഞങ്ങളൊക്കെ കളിക്കും, പിന്നെ പേര് വിളിക്കും, എല്ലാവരും പേര് വിളിക്കും. പിന്നെ ഞങ്ങൾ ഇതൊക്കെ എഴുതും, എല്ലാം ചെയ്യും. പിന്നെ ടീച്ചർ പറഞ്ഞിരിക്കണത് ഞങ്ങള് പരാതിയൊക്കെ ഇതാവുമ്പോ എഴുതി തരണം, പറയാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കണത്. പിന്നെ ഇവിടുത്തെ കുറച്ച് കുട്ടികള് പത്രക്കുറിപ്പും ഡയറിയൊക്കെ എഴുതും. വായിക്കാനൊക്കെ അറിയോ? വായിക്കാനൊക്കെ പഠിച്ചോ? ഓ, എല്ലാം വായിക്കാനറിയാം. ഓ, എന്തൊക്കെ വായിക്കും? കഥകൾ വായിക്കും, പിന്നെ ഇവിടെ വെച്ചിരിക്കുന്നൊക്കെ വായിക്കും, എല്ലാം വായിക്കും. ക്ലാസ് മുറിയിൽ വിദ്യാർത്ഥിക്ക് ഉണ്ടായിരിക്കേണ്ട പ്രാമുഖ്യവും സഹായി എന്ന നിലയിലുള്ള അധ്യാപകരുടെ പങ്കും ഇവിടെ ഒരു സാധാരണ കാര്യമാണ്. കുട്ടികൾ ബോർഡിൽ എഴുതുന്നു, പുസ്തകം വായിച്ചു കൊടുക്കുന്നു, ചിത്രങ്ങൾ വരയ്ക്കുന്നു. പിരായിരി സ്കൂളിലെ ഏറ്റവും കൗതുകകരമായ കാര്യം എവിടെ തിരിഞ്ഞാലും നമ്മൾ അറിവിന്റെ ഏതെങ്കിലും ഒരു ഭാഗം കണ്ടറിയും എന്നതാണ്. സ്കൂളിന്റെ എല്ലാ തൂണുകളിലും പുറം ചുമരുകളിലും അടക്കം കാണുന്നത് വിശാലമായ ഒരു വൈജ്ഞാനിക ലോകമാണ്. ഈ ലോകത്ത് സംഭവിച്ചതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ സകല കാര്യങ്ങളും പോസ്റ്ററുകളായി പ്രദർശിപ്പിച്ചിരിക്കുന്നു. 3 വർഷം മുമ്പ് ഇവിടത്തെ പ്രധാനാധ്യാപകനും സഹ അധ്യാപകരും ചേർന്ന് ആവിഷ്കരിച്ചതാണ് ഈ പഠനരീതി. അധ്യാപകരാണ് പോസ്റ്ററുകൾ ഉണ്ടാക്കി പതിച്ചത്. ഇതിന്റെ ഫലം അത്ഭുതകരമായിരുന്നു. പുസ്തകങ്ങൾ വായിക്കുന്നതിനേക്കാൾ കുട്ടികൾക്ക് താൽപര്യം പോസ്റ്ററുകൾ വായിക്കാനായിരുന്നു. അതോടെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പോസ്റ്ററുകളിൽ പ്രദർശിപ്പിച്ചു തുടങ്ങി. കുട്ടികൾ അത് നിരന്തരം കാണുന്നത് അവർ പഠിച്ച് മാറ്റം ഉണ്ടെന്നുള്ള കാര്യം തർക്കമില്ലാത്ത
പോസ്റ്ററുകൾ വായിക്കാനും അവ നിർമ്മിക്കാനും കുട്ടികൾ കാണിച്ച ഉത്സാഹം ആദ്യമൊക്കെ രക്ഷിതാക്കളിൽ ആശങ്ക ഉണർത്തിയിരുന്നു. പക്ഷേ പുതിയ പഠന രീതിയിലൂടെ പലരും മിടുക്കരായി മാറിയതോടെ രക്ഷിതാക്കളും അധ്യാപകർക്ക് പിന്തുണ നൽകി. നല്ല സഹകരണമാണ് എല്ലാവരും. എന്ത് നമുക്ക് ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും വിളിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ സ്കൂളിൽ വന്ന് ചോദിക്കാം. എന്ത് നമ്മുടെ ചോദ്യങ്ങളായാലും അവരെ നല്ല സഹകരണമാണ്. ഇവിടുത്തെ 20ാമനായി പഠിത്തത്തിൽ 20ാമനായി ബാക്കിൽ നിന്ന കുട്ടികൾ അടുത്ത സ്കൂളിൽ പോയപ്പോൾ അവിടെ 1ാമനായി ഉണ്ട് എന്നുള്ളതാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടുത്തെ മാഷന്മാരുടെ ഞങ്ങളുടെയൊക്കെ വളരെയധികമായിട്ട് സഹകരണമായിട്ടുള്ള പ്രവർത്തനമാണെന്നാണ് എൻ്റെ വിശ്വാസം. പിരായിരി സ്കൂൾ നമ്മുടെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഇടം തേടണമെന്നില്ല. വലിയ അവകാശവാദങ്ങളൊന്നും ഇവിടത്തെ പ്രഗത്ഭരായ അധ്യാപകർക്കുമില്ല. പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്നവരെ 4ാം ക്ലാസ് കഴിയുന്നതോടെ B+ ഗ്രേഡിലെങ്കിലും എത്തിക്കാൻ കഴിയണമെന്നേ അവർ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഒരു സർക്കാർ വിദ്യാലയത്തിന്റെ സകല വെല്ലുവിളികൾക്കും മുന്നിൽ നിന്നാണ് അവർ അത് പ്രതീക്ഷിക്കുന്നതെന്ന് ഓർക്കണം. കേട്ടതും കണ്ടതും ഇനി അടുത്ത വെള്ളിയാഴ്ച രാത്രി 10 മണിക്ക്. കൂടാതെ ശനിയാഴ്ച രാവിലെ 8:30-നും ചൊവ്വാഴ്ച വൈകിട്ട് 5:30-നും ഈ പരിപാടി കാണാം. ഈ പരിപാടി